ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്സ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ വരുന്നത് കുരുമുളകിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന 3 ടിപ്സാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടുകളിൽ കൊതുകാണെങ്കിലും ഈച്ച, പാറ്റ, പല്ലി ഇവയെ കൊണ്ട് വല്ലാത്ത ശല്യമാണല്ലേ. അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു കുരുമുളകിൻ്റെ ഇല മാത്രം മതിയാകും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചധികം ഇല എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര ഇലയുടെ ആവശ്യമൊന്നുമില്ല, ഒരു 3-4 ഇല കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടിപ്സുകൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 3-4 കുരുമുളകിൻ്റെ ഇല ഞാൻ എടുത്തിട്ട് ഒരു ഇടികല്ലിലേക്ക് അതിനെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവരാണെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ ചാറൊന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു ഇല ചതച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ 3-4 ഇല കീറി ആ ഒരു ഇടികല്ലിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ നല്ലതുപോലെ തന്നെ അതാ ചതച്ചെടുത്തു കേട്ടോ. നല്ലതുപോലെ ചതച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തരിതരിയായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതിൻ്റെ നീര് നമുക്ക് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. കണ്ടോ, വളരെ സിമ്പിളാണ് ഈ ഒരു ടിപ്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇലയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ടിപ്സ് നമ്പർ 1, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഇല ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുവാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു മണമൊക്കെ അങ്ങ് പോകും കേട്ടോ. പിന്നെ നമുക്കിത് കൊണ്ടൊരു ഉപയോഗം ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് തന്നെ ഇതേപോലെ ചതച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് നേരം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ബോട്ടിലിലേക്ക് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് കൊതുക്, ഈച്ച, അതുപോലെ തന്നെ പല്ലി, പാറ്റ ഒക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവിടെയെല്ലാം നമുക്ക് ഇതേപോലെ ഈ ഒരു ബോട്ടിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്തൊന്നും ഈ ഒരു സംഭവങ്ങളെ അടുക്കത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്സ് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാകും ഇലകളിലൊക്കെ കൊതുകുകൾ പറ്റി പിടിച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ചെടിയിൽ നിൽക്കുന്ന ഇലകളിലാകുമ്പോഴത്തേക്ക് കൊതുകുകൾ വന്ന് പറ്റി പിടിച്ചിരിക്കും. പക്ഷേ നമ്മൾ ഇത് ചതച്ചിട്ട് അതിൻ്റെ നീരാണ് എടുക്കുന്നത്. ആ നീരെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ കൊതുക് ശല്യവും പല്ലി ശല്യവും പാറ്റ ശല്യവും ഒക്കെ മാറ്റാവുന്നതാണ് കേട്ടോ. നമ്മുടെ ടിപ്സ് നമ്പർ 2 ഞാൻ കാണിച്ചു തരാം. അതിനാവശ്യമായിട്ടൊരു ചെറിയ ബോക്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 2 ബിസ്ക്കറ്റാണ് ഞാനിവിടെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് റസ്കോ ബ്രെഡോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ അതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിക്കകത്ത് കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ ഇല ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കുറച്ച് മാത്രം ഒന്ന് എടുത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ബാത്റൂമിൻ്റെ സൈഡിൽ, വിൻഡോയിൽ, അല്ലെങ്കിൽ കിച്ചൺ സ്ലാബിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഡോറിൻ്റെ, നമ്മളെ ബെഡ്റൂമിൻ്റെയൊക്കെ സൈഡിലായിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രാണികൾ, ഈച്ച, കൊതുക്, പല്ലി ഒന്നും അവിടത്തേക്ക് അടുക്കത്തേ ഇല്ല കേട്ടോ. ഇതാണ് നമ്മുടെ 2ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 3ാമത്തെ ടിപ്സ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകൾ ഉണ്ടാകും അല്ലേ. പാരസെറ്റമോളോ അതേപോലെ ഇതേ കണക്കത്തെ ഡോളോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്ക്
അടുത്ത ടിപ്സ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് ഒരു ഗുളിക മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഗുളിക എടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഗുളിക പൊട്ടിച്ചൊരു പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. എന്തേലും വെയിറ്റുള്ള ഒരു സാധനം വെച്ച് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഗുളികയൊക്കെ ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കുരുമുളകിൻ്റെ ഇല പൊടിച്ചതിലേക്ക് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു സ്പൂണോളം വെളിച്ചെണ്ണ മാത്രം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 3 ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ കപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ അടപ്പുകളിലേക്ക് ഇതിനെ ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെറിയ അടപ്പുകൾ മതി കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ 3 ബോട്ടിലിലെ അടപ്പുകളിലായിട്ടാണ് ഇത് മാറ്റി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ ഓരോ അടപ്പുകളായിട്ട് നമുക്ക് ഗ്യാസിൻ്റെ അടിയിൽ, അതുപോലെ തന്നെ സ്ലാബിൻ്റെ അടിയിൽ, ബാത്റൂമിൻ്റെ വിൻഡോയുടെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ലി, പാറ്റ ഇങ്ങനെയൊന്നുള്ള ഒരു പ്രാണികളുടെ ശല്യം ഉണ്ടാകത്തേയില്ല. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.